ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം സങ്കീർത്തനങ്ങൾ 5, 38, 41, 42. 2 ശമൂവേലിനോടൊപ്പം ഈ 4 സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 2 ശമൂവേലിൽ നാം ദാവീദിനെ ഒരു രാജാവായി കാണുന്നു. ശത്രുക്കളെ നേരിടുന്ന രാജാവ്, വഞ്ചന അനുഭവിക്കുന്ന രാജാവ്, രോഗവും തിരസ്കരണവും നേരിടുന്ന രാജാവ്, കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന രാജാവ്. എന്നാൽ ഈ സങ്കീർത്തനങ്ങളിൽ അതേ ദാവീദിൻ്റെ ഹൃദയമാണ് നാം കേൾക്കുന്നത്. കരയുന്ന, ഏറ്റുപറയുന്ന, കാത്തിരിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, പ്രത്യാശിക്കുന്ന ഹൃദയം. ഈ സങ്കീർത്തനങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനകളല്ല, തൻ്റെ പ്രശ്നങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ പഠിച്ച ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനകളാണ്. സങ്കീർത്തനം 5 വളരെ വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത്. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. ദാവീദ് ദുഷ്ടതയാലും എതിർപ്പുകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. ദുഷ്ടന്മാർക്ക് വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അന്തിമമായി നിലനിൽക്കാൻ കഴിയില്ലെന്ന് അവൻ അറിയുന്നു. അതുകൊണ്ട് ദാവീദ് ആദ്യം തൻ്റെ ശത്രുക്കളോട് പോരാടുന്നില്ല, അവൻ ആദ്യം ദൈവസന്നിധിയിലേക്ക് വരുന്നു. ഇവിടെയുള്ള വളരെ മനോഹരമായ ഒരു വാക്യം, യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഇവിടെ പ്രാർത്ഥനയുടെ 3 ഘട്ടങ്ങൾ കാണാം. ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു, ഞാൻ എൻ്റെ അപേക്ഷ ദൈവത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്നു, ഞാൻ ദൈവത്തിനായി കാത്തിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന. ദാവീദ് പ്രാർത്ഥിച്ചിട്ട് ഉടനെ ഓടിപ്പോകുന്നില്ല. അവൻ പറയുന്നു, ഞാൻ കാത്തിരിക്കും. അതും പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പാണ്. 2 ശമൂവേലുമായി ഇതിനെ ബന്ധിപ്പിക്കുമ്പോൾ ഇത് വളരെ മനോഹരമാണ്. ദാവീദ് പുറത്തു നിന്നുള്ള ശത്രുക്കളെയും അകത്തു നിന്നുള്ള വഞ്ചനകളെയും നേരിട്ടു. അബ്ശാലോമിൻ്റെ കലാപസമയത്ത് ദാവീദിന് കോപത്തോടെയും പ്രതികാരത്തോടെയും രാഷ്ട്രീയ കണക്കുകൂട്ടലുകളോടെയും പ്രതികരിക്കാമായിരുന്നു. എന്നാൽ വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ പരമാധികാരം അംഗീകരിക്കുന്ന ദാവീദിനെയാണ് നാം കാണുന്നത്. സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ആദ്യ പ്രതികരണം പരിഭ്രമമല്ല, പ്രാർത്ഥനയായിരിക്കണമെന്ന് സങ്കീർത്തനം 5 നമ്മെ പഠിപ്പിക്കുന്നു. ദാവീദ് തൻ്റെ ശത്രുക്കളെ നേരിടുന്നതിന് മുൻപ് തൻ്റെ ദിവസം ദൈവസന്നിധിയിൽ ആരംഭിക്കുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷവും പ്രശ്നം അവിടെ തന്നെ ഉണ്ടായിരിക്കാം. എന്നാൽ ആ പ്രശ്നത്തോടുള്ള നമ്മുടെ നിലപാട് മാറുന്നു. കാരണം നാം അതിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നു. നമ്മൾ പലരും രാവിലെ ഉണർന്ന ഉടനെ ഫോൺ, സന്ദേശങ്ങൾ, വാർത്തകൾ, ഉത്തരവാദിത്വങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവ പരിശോധിച്ചാണ് ദിവസം ആരംഭിക്കുന്നത്. എന്നാൽ ദാവീദ് മറ്റൊരു ക്രമം നമ്മെ പഠിപ്പിക്കുന്നു. ലോകത്തെ കേൾക്കുന്നതിന് മുൻപ് ദൈവത്തോട് സംസാരിക്കാം. മനുഷ്യരെ നേരിടുന്നതിന് മുൻപ് ദൈവത്തെ അഭിമുഖീകരിക്കാം. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ദൈവത്തെ അന്വേഷിക്കാം. സങ്കീർത്തനം 38 ദാവീദിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള നിലവിളികളിൽ ഒന്നാണ്. ദാവീദ് ശാരീരികമായി വേദനിക്കുന്നു, വൈകാരികമായി തകർന്നിരിക്കുന്നു, ആത്മീയമായി ഭാരപ്പെട്ടിരിക്കുന്നു. അവൻ പറയുന്നു, എൻ്റെ ഭോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. തൻ്റെ കഷ്ടപ്പാടുകൾക്ക് കുറഞ്ഞത് ഒരു ഭാഗത്തേക്കെങ്കിലും തൻ്റെ സ്വന്തം പാപവും ഭോഷത്വവും കാരണമാണെന്ന് അവൻ തിരിച്ചറിയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദാവീദ് എല്ലായ്പ്പോഴും മറ്റാരെയും കുറ്റപ്പെടുത്തുന്നില്ല. അവൻ പറയുന്നു, ഞാൻ എൻ്റെ അകൃത്യം പ്രസ്താവിക്കും, എൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കും. ഇതാണ് ആത്മീയ പക്വത. ദാവീദിന് ശത്രുക്കളുണ്ട്, എന്നാൽ സ്വന്തം പരാജയങ്ങൾ മറച്ചു വയ്ക്കുവാൻ അവൻ ശത്രുക്കളെ ഉപയോഗിക്കുന്നില്ല. അവൻ വീണ്ടും പറയുന്നു, എൻ്റെ സ്നേഹിതന്മാരും കൂട്ടാളികളും എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു. അവനോട് ഏറ്റവും അടുത്തിരുന്ന ആളുകൾ പോലും അവനെ വിട്ടുനിന്നു. അതിനുശേഷം അവൻ പറയുന്നു, ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പ്രതിവാദം ഇല്ലാത്തവനെ പോലെയും ആയിരുന്നു. ദാവീദ് ഒരു വലിയ ഭാരമാണ് വഹിക്കുന്നത്. 2 ശമൂവേൽ 11, 12 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നാം ബത്ശേബയെയും ഊരിയാവിനെയും സംബന്ധിച്ച ദാവീദിൻ്റെ പാപം ഓർക്കുന്നു. നാഥാൻ പ്രവാചകൻ അവനെ നേരിട്ടപ്പോൾ ദാവീദ് ഏറ്റു പറഞ്ഞു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. സങ്കീർത്തനം 38 പാപത്തിൻ്റെ പിന്നാലെ ഉണ്ടാകാവുന്ന ആഴത്തിലുള്ള ആത്മീയ വേദനയുടെ ഒരു ചിത്രം നമുക്ക് നൽകുന്നു. എന്നാൽ ഇവിടെ വളരെ പ്രോത്സാഹനജനകമായ ഒരു കാര്യമുണ്ട്. ദാവീദിൻ്റെ പാപം അവനെ എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് അകറ്റിയില്ല, മറിച്ച് മാനസാന്തരത്തോടെ ദൈവത്തിലേക്ക് തിരികെ വരുവാൻ അവനെ പ്രേരിപ്പിച്ചു. ഇവിടെയാണ് ബോധ്യപ്പെടുത്തലും ശിക്ഷാവിധിയുടെ ബോധവും തമ്മിലുള്ള വ്യത്യാസം. ബോധ്യപ്പെടുത്തൽ പറയുന്നു, ഞാൻ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ ദൈവത്തിലേക്ക് മടങ്ങണം.
കുറ്റബോധം അഥവാ ശിക്ഷാവിധിയുടെ മനോഭാവം പറയുന്നു, ഞാൻ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ നിന്ന് ഒളിക്കണം. ദാവീദ് മാനസാന്തരത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നു. നാം പരാജയപ്പെടുമ്പോൾ നമ്മുടെ സ്വാഭാവിക പ്രവണത എന്താണ്? സ്വയം ന്യായീകരിക്കുക, സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ഒളിച്ചോടുക. എന്നാൽ സങ്കീർത്തനം 38 നമ്മെ പഠിപ്പിക്കുന്നു, നിൻ്റെ മുറിവ് ദൈവത്തിൽ നിന്ന് മറയ്ക്കരുത്, നിൻ്റെ പാപത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ ന്യായീകരിക്കരുത്, നിൻ്റെ തകർച്ചയുമായി ദൈവസന്നിധിയിലേക്ക് വരിക. നാം ഏറ്റു പറയാൻ തയ്യാറാകാത്ത പാപത്തെ ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയില്ല. സങ്കീർത്തനം 41 കരുണയെക്കുറിച്ചാണ് ആരംഭിക്കുന്നത്. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. എന്നാൽ പെട്ടെന്ന് സങ്കീർത്തനം വളരെ വ്യക്തിപരമായി മാറുന്നു. ദാവീദ് രോഗത്തെക്കുറിച്ചും ശത്രുക്കളെക്കുറിച്ചും വഞ്ചനയെക്കുറിച്ചും സംസാരിക്കുന്നു. പിന്നീട് വളരെ വേദനാജനകമായ ഒരു വാക്ക്, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. 2 ശമൂവേലിനോടൊപ്പം വായിക്കുമ്പോൾ ഇത് വളരെ അർത്ഥവത്താണ്. ദാവീദ് പല തലങ്ങളിലായി വഞ്ചന അനുഭവിച്ചു. അവൻ്റെ സ്വന്തം മകനായ അബ്ശാലോം അവനെതിരെ തിരിഞ്ഞു. ദാവീദിൻ്റെ വിശ്വസ്തനായ ഉപദേഷ്ടാവായിരുന്ന അഹീതോഫേൽ അബ്ശാലോമിൻ്റെ കലാപത്തിൽ ചേർന്നു. ഒരിക്കൽ ദാവീദിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ തന്നെ പിന്നീട് അവൻ്റെ എതിരാളികളായി മാറി. ആ വേദന എത്ര ആഴത്തിൽ ഉള്ളതായിരുന്നിരിക്കണം. ഒരു ശത്രു നമ്മെ ആക്രമിക്കുന്നത് ഒരു കാര്യം, നാം വിശ്വസിച്ച ഒരാൾ നമ്മെ ആക്രമിക്കുന്നത് മറ്റൊരു കാര്യമാണ്. സങ്കീർത്തനം 41 നമ്മെ പഠിപ്പിക്കുന്നത് വഞ്ചന ഉണ്ടാക്കുന്ന വേദന വളരെ പ്രത്യേകതയുള്ളതാണെന്നാണ്. എന്നാൽ ദാവീദ് വഞ്ചനയെ കൈപ്പേറിയതാക്കി മാറ്റുന്നില്ല. അവൻ ആ വിഷയം ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ചിലപ്പോൾ ദൈവം ഉടനെ നമ്മെ വേദനിപ്പിച്ച വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുകയില്ല. പകരം നമ്മെ വേദനിപ്പിച്ച ആളുകളെപ്പോലെ ആയിത്തീരാതെ ആ വേദനയിലൂടെ കടന്നു പോകാനുള്ള കൃപ ദൈവം നൽകുന്നു. അബ്ശാലോമിനോടുള്ള ദാവീദിൻ്റെ പ്രതികരണത്തിൽ നിന്ന് ഇത് വ്യക്തമായി കാണാം. പ്രതികാരം ചെയ്യാനുള്ള അവസരങ്ങൾ ദാവീദിന് ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും വീണ്ടും ന്യായവിധി ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്ന ദാവീദിനെയാണ് നാം കാണുന്നത്. ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും ആഴമുള്ള ചില മുറിവുകൾ അപരിചിതരിൽ നിന്നല്ല വരുന്നത്, നാം വിശ്വസിച്ച ആളുകളിൽ നിന്നാകാം അവ വരുന്നത്. സങ്കീർത്തനം 41 നമ്മോട് പറയുന്നു, മനുഷ്യരാൽ മുറിവേൽക്കാം, എന്നാൽ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടേണ്ടതില്ല. മനുഷ്യർ നമ്മെ തെറ്റിദ്ധരിക്കാം, മനുഷ്യർ നമ്മെ നിരസിക്കാം, മനുഷ്യർ നമ്മെ വഞ്ചിക്കാം, എന്നാൽ ദൈവം വിശ്വസ്തനായി തുടരുന്നു. സങ്കീർത്തനം 42 അന്തരീക്ഷത്തിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരുന്നു. തിരുവെഴുത്തിലെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിൽ ഒന്നോടെയാണ് ഇത് ആരംഭിക്കുന്നത്. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നിലേക്ക് ചേരുവാൻ കാംക്ഷിക്കുന്നു. ദാവീദ് ഒരു പരിഹാരം മാത്രം അന്വേഷിക്കുന്നില്ല, അവൻ ദൈവത്തെ തന്നെയാണ് അന്വേഷിക്കുന്നത്. ഇതാണ് കൂടുതൽ ആഴമുള്ള ആത്മീയത. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവമേ എൻ്റെ പ്രശ്നം മാറ്റിത്തരണമേ എന്നായിരിക്കും. എന്നാൽ ആത്മീയ പക്വത നമ്മെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു, ദൈവമേ പ്രശ്നം കുറേ കാലം തുടരേണ്ടി വന്നാലും നിന്നെ നഷ്ടപ്പെടുത്താൻ എന്നെ അനുവദിക്കരുതേ. ദാവീദ് പറയുന്നു, എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. പിന്നീട് ആവർത്തിച്ചു വരുന്ന ചോദ്യം, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദാവീദ് തൻ്റെ സ്വന്തം ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ പാഠമാണ് നമുക്ക് നൽകുന്നത്. അവൻ തൻ്റെ വികാരങ്ങൾ പറയുന്നത് മാത്രം കേൾക്കുന്നില്ല, അവൻ തൻ്റെ ആത്മാവിനോട് ദൈവവചനം സംസാരിക്കുന്നു. അവൻ പറയുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. സങ്കീർത്തനം 42 മഹത്തായ പാഠങ്ങളിൽ ഒന്നാണിത്. ചിലപ്പോൾ നാം നമ്മുടെ ഹൃദയത്തോട് പറയേണ്ടി വരും, നിനക്ക് ഭയമുണ്ടെന്ന് എനിക്കറിയാമെങ്കിലും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നീ നിരുത്സാഹപ്പെട്ടിരിക്കുന്നുവെന്ന് എനിക്കറിയാം, എങ്കിലും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, എങ്കിലും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അബ്ശാലോമിൽ നിന്ന് രക്ഷപ്പെടാൻ ദാവീദ് യെരൂശലേമിൽ നിന്ന് ഓടിപ്പോകുന്ന രംഗം ഓർക്കുക. രാജാവ് സ്വന്തം നഗരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, അവൻ്റെ മകൻ തന്നെ പിന്തുടരുന്നു. അവൻ്റെ സിംഹാസനം അനിശ്ചിതമാണ്. അവൻ്റെ വിശ്വസ്തനായ ഉപദേഷ്ടാവ് അവനെ വഞ്ചിച്ചിരിക്കുന്നു, അവൻ്റെ കുടുംബം തകർന്നിരിക്കുന്നു, അവൻ്റെ ഹൃദയം മുറിവേറ്റിരിക്കുന്നു. എന്നിട്ടും ദാവീദ് ദൈവത്തിൽ തൻ്റെ പ്രത്യാശ വെച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് 2 ശമൂവേലിനോടൊപ്പം സങ്കീർത്തനം 42 വായിക്കുമ്പോൾ അത് ഇത്ര അർത്ഥവത്താകുന്നത്. ദാവീദിന് താൽക്കാലികമായി യെരൂശലേം നഷ്ടപ്പെട്ടു, പക്ഷേ ദൈവത്തെ നഷ്ടപ്പെട്ടില്ല. താൽക്കാലികമായി സിംഹാസനം നഷ്ടപ്പെട്ടു, പക്ഷേ വിശ്വാസം നഷ്ടപ്പെട്ടില്ല. മനുഷ്യരുടെ പിന്തുണ നഷ്ടപ്പെട്ടു, പക്ഷേ ദൈവിക പ്രത്യാശ നഷ്ടപ്പെട്ടില്ല. ഇതാണ് നമുക്കുള്ള ശക്തമായ സന്ദേശം. ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറും, എന്നാൽ ദൈവം മാറുന്നില്ല. ചിലപ്പോൾ ദീർഘമായ പോരാട്ടത്തിന് ശേഷമാണ് കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നത്. ചിലപ്പോൾ ബന്ധങ്ങൾ സൗഖ്യമാകാൻ വർഷങ്ങൾ വേണ്ടിവരും. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടനടി ഉത്തരം ലഭിക്കില്ല. ചിലപ്പോൾ നാം നിരസിക്കപ്പെടും.
ചിലപ്പോൾ നമ്മുടെ ആത്മാവ് ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകും. ദൈവം എവിടെയാണ്? സങ്കീർത്തനം 42 നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയാത്തപ്പോഴും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ നമുക്ക് കഴിയും. ഈ 4 സങ്കീർത്തനങ്ങളിലും വളരെ മനോഹരമായ ഒരു ആത്മീയ പുരോഗതി നമുക്ക് കാണാം. സങ്കീർത്തനം 5 ദൈവത്തെ അന്വേഷിക്കുവാനും, സങ്കീർത്തനം 38 സ്വയം പരിശോധിക്കുവാനും, 41 വഞ്ചനയിലും ദൈവത്തിൽ വിശ്വസിക്കുവാനും, 42 ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാനും നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആത്മീയ യാത്ര, പ്രാർത്ഥന, മാനസാന്തരം, വിശ്വാസം, പ്രത്യാശ. ദാവീദിന് തൻ്റെ ജീവിതത്തിലുടനീളം ഇതുതന്നെയാണ് ആവശ്യമായിരുന്നത്. ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഈ സങ്കീർത്തനങ്ങൾ നൽകുന്ന പാഠങ്ങൾ, ഒന്നാമതായി പ്രശ്നത്തോടല്ല ദൈവത്തോടാണ് ആദ്യം തുടങ്ങേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 5 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പ്രാർത്ഥന നമ്മുടെ ആദ്യ പ്രതികരണമായിരിക്കണം എന്നാണ്. ദിവസത്തിലെ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ വലുതാകുന്നതിന് മുൻപ് അവ ദൈവത്തിൻ്റെ മുൻപിൽ വയ്ക്കുക. രാവിലെ പ്രാർത്ഥിക്കുന്നത് വെറുമൊരു ക്രിസ്തീയ ശീലമല്ല, അത് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്തിൻ്റെ പ്രഖ്യാപനമാണ്. 2 പരാജയം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ അനുവദിക്കരുത്. സങ്കീർത്തനം 38 നമ്മെ നമ്മുടെ പാപത്തെ അംഗീകരിക്കാൻ പഠിപ്പിക്കുന്നു. ഒരു ക്രിസ്ത്യാനി ഒരിക്കലും പരാജയപ്പെടാത്ത വ്യക്തിയല്ല. പരാജയപ്പെടുമ്പോൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയുന്ന വ്യക്തിയാണ് ക്രിസ്ത്യാനി. ദൈവത്തിലേക്ക് മടങ്ങി വരിക, പാപം ഏറ്റുപറയുക, മാനസാന്തരപ്പെടുക, അവൻ്റെ കരുണ സ്വീകരിക്കുക. മൂന്നാമതായി സങ്കീർത്തനം 41 2 ശമൂവേലിലെ ദാവീദിൻ്റെ അനുഭവങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ പോലും നമ്മെ നിരാശപ്പെടുത്താൻ കഴിയുമെന്നാണ്. എന്നാൽ മറ്റൊരാളുടെ തെറ്റായ പ്രവൃത്തി നമ്മുടെ ആത്മാവിൽ കയ്പും വിദ്വേഷവും ഉളവാക്കാൻ അനുവദിക്കരുത്. ആ വ്യക്തിയെ ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക. നിങ്ങളുടെ ഹൃദയം ദൈവം സൗഖ്യമാക്കാൻ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ വഞ്ചന നമ്മുടെ ഹൃദയത്തെ നശിപ്പിക്കാൻ അനുവദിക്കരുത്. നാലാമതായി ദൈവവചനം ഉപയോഗിച്ച് സ്വന്തം ആത്മാവിനോട് സംസാരിക്കുക. സങ്കീർത്തനം 42 ദാവീദ് തൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്നു. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ചില സമയങ്ങളിൽ നമ്മെ പ്രോത്സാഹിപ്പിക്കാൻ മറ്റാരും അടുത്തുണ്ടാകില്ല. അത്തരം സമയങ്ങളിൽ കർത്താവിൽ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ നാം പഠിക്കണം. നമ്മുടെ വികാരങ്ങൾക്ക് അന്തിമ വാക്ക് നൽകരുത്. ദൈവവചനത്തിന് അന്തിമ വാക്ക് നൽകുക. അഞ്ചാമതായി നമ്മുടെ സാഹചര്യങ്ങളാൽ ദൈവസാന്നിധ്യത്തെ അളക്കരുത്. 2 ശമൂവേലിൽ ദാവീദിൻ്റെ സാഹചര്യങ്ങൾ വീണ്ടും മാറി, എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത മാറിയില്ല. അതുകൊണ്ട് ഓർക്കുക, പ്രയാസമുള്ളൊരു കാലഘട്ടം ദൈവം നമ്മെ ഉപേക്ഷിച്ചു എന്നല്ല, ദൈവം മൗനമായിരിക്കുന്നൊരു കാലഘട്ടം ദൈവം ഇല്ല എന്നുമല്ല, വേദന നിറഞ്ഞ ഒരു കാലഘട്ടം ദൈവം പ്രവർത്തിക്കുന്നത് നിർത്തി എന്നുമല്ല. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാൻ 2 ചോദ്യങ്ങൾ. ഞാൻ സമ്മർദ്ദത്തിലാകുമ്പോൾ ആദ്യം എവിടേക്കാണ് പോകുന്നത്? 2 എൻ്റെ ആത്മാവ് ഇപ്പോൾ എന്താണ് പറയുന്നത്? അതിന് ഞാൻ എന്താണ് മറുപടി പറയുന്നത്? സങ്കീർത്തനങ്ങൾ 5, 38, 41, 42 2 ശമൂവേലിനോടൊപ്പം വായിക്കുമ്പോൾ നാം ഒരു പരിപൂർണനായ ദാവീദിനെ കാണുന്നില്ല. നാം കാണുന്നത് പ്രാർത്ഥിക്കുന്ന ദാവീദിനെ, മാനസാന്തരപ്പെടുന്ന ദാവീദിനെ, മുറിവേറ്റ ദാവീദിനെ, വഞ്ചിക്കപ്പെട്ട ദാവീദിനെ, എന്നിട്ടും പ്രത്യാശിക്കുന്ന ദാവീദിനെ. അതുകൊണ്ടാണ് ദാവീദിൻ്റെ ജീവിതം നമ്മോട് സംസാരിക്കുന്നത്. ദാവീദിൻ്റെ ശക്തി അവനൊരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതിലായിരുന്നില്ല. പ്രശ്നങ്ങൾ വീണ്ടും അവനെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നതിലായിരുന്നു അവൻ്റെ ശക്തി. അവന് തൻ്റെ സ്ഥാനം നഷ്ടപ്പെടാം, പക്ഷേ ദൈവത്തെ നഷ്ടപ്പെട്ടില്ല. മനുഷ്യരുടെ പിന്തുണ നഷ്ടപ്പെട്ടാം, പക്ഷേ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടില്ല. പരാജയപ്പെടാം, പക്ഷേ മാനസാന്തരത്തിലൂടെ മടങ്ങി വരാൻ കഴിഞ്ഞു. മുറിവേൽക്കാം, പക്ഷേ പ്രത്യാശിക്കുന്നത് നിർത്തിയില്ല. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ യാത്രയിലും സങ്കീർത്തനം 42 ഒരു വാക്യം ഹൃദയത്തിൽ സൂക്ഷിക്കാം. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. കാരണം ചുറ്റുമുള്ളെല്ലാം അനിശ്ചിതമായിരിക്കുമ്പോഴും ദൈവം നമ്മുടെ ഉറപ്പാണ്. പ്രാർത്ഥനയിൽ അവനെ അന്വേഷിക്കാം. മാനസാന്തരത്തിൽ അവനിലേക്ക് മടങ്ങി വരാം. വഞ്ചനയിലും അവനിൽ വിശ്വസിക്കാം. എല്ലാ സാഹചര്യങ്ങളിലും അവനിൽ പ്രത്യാശ വയ്ക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.